ഒരു രസവുമില്ല. മറ്റൊരു കളി കളിക്കാം. വരൂ, നമുക്ക് കോം ദ ഹെയർ കളിക്കാം. കുറെ ദിവസമായിട്ട് ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്തേയില്ല. കോം ദ ഹെയർ, കോം ദ ഹെയർ, കോം ദ ഹെയർ. വരൂ, തുടങ്ങാം. ഓക്കേ, 1 by 1. കോം ദ ഹെയർ, 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 കോം ദ ഹെയർ. എന്റെ പത്തലു, വേഗം ഇവിടുന്ന് ഓടിക്കോ, ഇല്ലെങ്കിൽ കാക്കകൾ വീണ്ടും ഇതുപോലെ കാഷ്ടിക്കും. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തിയേ മതിയാകൂ. വീടിന് പുറത്ത് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. കാക്കകളെ മര്യാദയ്ക്ക് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വിധം മാറും. ഹൈ, ഹുഷ്, ഹുർ, ഹുട്ട്, ഹുട്ട്, ഹുർ. കോം ദ ഹെയർ, കോം ദ ഹെയർ, കോം ദ ഹെയർ. ഹൈ, ഹൈ, ഛി, ഛി, ഹു, 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 ഹു. വേഗം വാ. കൂട്ടുകാരെ, അതാ പോകുന്നു ഇര. വരൂ, നമുക്ക് തന്തൂരി പ്രാവിനെ കഴിക്കാം. വല്ലാണ്ട് വിശക്കുന്നു. ഓഹോ, പാവം ഈ പ്രാവിന് ആ കാക്കകളൊക്കെ കൂടി കൊത്തി താഴെയിട്ടിരിക്കുന്നു. പത്തലു, വരൂ, ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി മരുന്ന് കൊടുക്കാം. എന്റെ മോട്ടു, നീ ആദ്യം ഈ സമോസ തിന്നേച്ചുമ്പോ. ഇല്ല ചേട്ടാ, ആദ്യം ഇതിനെ കൊണ്ടുപോയി ചികിത്സിക്കണം. പത്തലു, ഡോക്ടർ ജഡ്കിയോട് വിളിച്ചു പറഞ്ഞ് വീട്ടിലോട്ട് വരാൻ പറ, വേഗം. നിനക്ക് മനുഷ്യന്മാരുടെ ഭാഷ സംസാരിക്കാൻ അറിഞ്ഞൂടെ? നീ സംസാരിക്ക. അത് ഞങ്ങളുടെ ഇരയാണ്, അത് ഞങ്ങൾക്ക് തിരികെ തരൂ. എടോ, കൊത്തിപ്പറിക്കുന്നതിനേക്കാളും നന്മ രക്ഷിക്കുന്നതിലാണുള്ളത്, മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് ഇതിനെ വിട്ടു തരില്ല. എന്നാ പിന്നെ കാണാം നിങ്ങൾ എങ്ങനെ തിരികെ വീട്ടിൽ പോകുന്ന. തല കൊത്തി കൊത്തി ഞങ്ങൾ ആപ്പിൾ പോലെ ചുമപ്പിക്കും ചേട്ടാ. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല, എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജഡ്ക, എത്രയും വേഗം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേക്ക്. പരിക്ക് പറ്റിയ ഈ പ്രാവിനെ രക്ഷിക്കണം. പത്തലു, വരൂ, വേഗം വരൂ. താങ്ക് യു, നിങ്ങൾ എന്റെ ജീവൻ രക്ഷപ്പെടുത്തി. വെരി ഗുഡ്. നീ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ ജഡ്ക ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എല്ലാം ശരിയാക്കി തരും. നോക്കൂ, മോട്ടു പത്ലുവിന്റെ കൂട്ടുകാരൻ ഡോക്ടർ ജഡ്ക ആ പ്രാവിനെ ചികിത്സിക്കാൻ വരികയായിരിക്കും. വരൂ, ആക്രമിക്കാം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് കണ്ടില്ലേ, ഈ പാവത്തിന് എന്തുമാത്രം വേദനിപ്പിച്ചെന്നറിയോ? പാവ ഇത് കാക്കകളെ പേടിച്ച് വരണ്ടിരിക്കുക. ഓഹോ, ഇത് കുടിച്ചാൽ എല്ലാം ശരിയായിക്കോളൂ. ഇതോ, ഓഹോ, ഇത് ഇടിക്കാം. ഇതുണ്ടല്ലോ പരുക്കുകൾ ഭേദമാക്കാനുള്ള ഗാഡ്ജറ്റാ. ഇത് ഇന്ന് രാത്രി വരെ ഇതിന്റെ കഴുത്തി കിടക്കുവാണെങ്കിൽ എല്ലാം ശരിയായിക്കോളും. വരൂ ഗസീട്ടാറാം, നമുക്ക് വീട്ടിലേക്ക് പോകാം. പൊളിച്ചെടുത്തല്ലോ, ഞാൻ ഈ നേരത്തെ എങ്ങോട്ടും പുറത്തേക്ക് പോകുന്നില്ല. ആ കാക്കകളുടെ തലയില് കൊത്തി കൊത്തി എന്റെ മുടി മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. ഡോക്ടർ ജഡ്ക, കുറച്ച് സമയത്തിനുള്ളിൽ ഇരുട്ടാവുമല്ലോ. ആ സമയത്ത് കാക്കകളൊക്കെ ഉറങ്ങില്ലേ, അപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ. ഇതെന്ത് ശബ്ദം വരുന്നേ? ഈ കാക്കകൾ മുഴുവൻ നൈറ്റ് പാർട്ടിയുടെ മൂഡിലാണല്ലോ. എനിക്ക് ரொம்ப பயமா இருக்க, எனக்கு ரொம்ப பயமா இருக்க. എന്ന് വെച്ചാ എനിക്ക് ഭയങ്കര പേടിയാന്ന്. அவங்க എന്നെ സமைக்கிற വേല പാക്കുறாங்க. എന്ന് വെച്ചാ അവരെന്നെ കറിവിച്ച് തിന്നാൻ പോവാണെന്ന് എനിക്ക് പേടിയാവണു. എനിക്കിപ്പോ എന്റെ അമ്മയെ കാണണം. പേടിക്കണ്ട, നീ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോ നിനക്കൊന്നും സംഭവിക്കില്ല. പൊളിച്ചെടുത്തല്ലോ, നോക്കേ. എന്റെ അതിമോനമ്മഞ്ഞേ. ഡോക്ടർ ജഡ്ക, ഇത് നിങ്ങളുടെ ഗാഡ്ജറ്റിന്റെ പണിയാ. കണ്ടില്ലേ ഇത് എത്ര വലുതായെന്ന്? അതിനിപ്പോ എന്താ, ഗാഡ്ജറ്റ് ഊരി മാറ്റിയാ പോരെ, പിന്നെ ഇത് പഴയ രീതിയിലാവും. വേണ്ട, ഇത് വലുതായി തന്നെ ഇരിക്കട്ടെ.
ഇതിനെ കാണുമ്പോൾ എല്ലാ കാക്കകളും പേടിച്ചോടിക്കോളും. അതേ കൂട്ടുകാരാ, ഇനി നിനക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന്. നീ വെറുതെ ഒന്ന് പുറത്തു പോയി നിക്ക്. എല്ലാ കാക്കകളും നിന്റെ സൈസ് കണ്ടിട്ട് പേടിച്ച് ഓടിക്കോളും. ധൈര്യമായിട്ട് ചെല്ല് കൂട്ടാ, ചെല്ല്. ശരി, നിങ്ങൾ പറയാണ് ഞാൻ പോവാം. ഇത്രയും വലിയ പ്രാവോ? എന്നാ പിന്നെ ഇന്ന് പാർട്ടി അടിപൊളിയായിരിക്കുമല്ലോ. എന്നാ നമുക്ക് നമ്മുടെ മറ്റേ കൂട്ടുകാരെ എല്ലാരെയും വിളിക്കാം. വേണ്ട വേണ്ട. മോട്ടു, രക്ഷപ്പെടുത്തൂ. പത്തലു, ഇല്ല, വേണ്ട. എന്റെ അമ്മോ, എന്തായിരുന്നു അത്? ആരായിരുന്നു അത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ അവിടെ സംഭവിക്കുന്നത്? അല്ല, നീ എന്താ പറക്കാത്ത പ്രാവേ? കോഴിയെ പോലെ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നേ? എനിക്ക് ரொம்ப பயமா இருக்கு. എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണെന്ന്. പേടി കാരണം ഞാൻ പറക്കാൻ മറന്നുപോയി. ഇത്ര വലുതായിട്ടും പേടിച്ചോണ്ടിരിക്കുകയാണോ? വാ, ഞങ്ങൾ നിന്റെ കൂടെ വരാം. നിന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാം. എന്നാ പുറപ്പെട്ടോളൂ കൂട്ടുകാരാ, പറക്കാൻ തുടങ്ങിക്കോളൂ. കാക്കകളൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കമോൺ, ഫാസ്റ്റ്. ആ, അങ്ങനെ തന്നെ. കൂട്ടുകാരെ, നമ്മുടെ ഇര നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ധൈര്യം കൈവിടരുത്. പിന്നെ അവരെന്റെ പുറകിലാണ്. പിന്നെ എന്റെ പുറകിൽ വന്നോണ്ടിരിക്കുകയാണ് അവരെന്നെ പിന്നെ പിന്തുടർന്നോണ്ടിരിക്കുകയാണ്. അതായത് നിനക്ക് പേടിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. എന്റെ അമ്മോ, എന്റെ മോട്ടോർ ബൈക്ക് എങ്ങനെ പ്രാവായി മാറിയത്? എന്റെ അമ്മോ, എന്താ സംഭവിക്കുന്നത്? മോട്ടോർ ബൈക്ക് പ്രാവായി മാറുന്നു, എന്നിട്ട് വീണ്ടും പ്രാവ് മോട്ടോർ ബൈക്കായി മാറുന്നു. എനിക്ക് സുഖമില്ല എന്നാ തോന്നുന്നത്. ഡോക്ടറെ ഒന്ന് പോയി കാണട്ടെ. ഡോക്ടർ, രക്ഷപ്പെട്ടെ. നീ ഇത്രയും പേടിത്തൊണ്ടരെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. ഇപ്പോഴെനിക്ക് മനസ്സിലായി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല എന്റെ പത്തലു. നീ തന്നെ ആലോചിക്ക്, ഇതിന് എന്താ ചെയ്യേണ്ടത്? ഐഡിയ. ആദ്യം ഇതിനെ ദേഷ്യം പിടിപ്പിക്കണം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാ കാക്കകളെയും ഇവിടുന്ന് കൊത്തി ഓടിക്കും. എന്റെ വത്തലു, ആ ഗാഡ്ജറ്റിലുള്ള റെഡ് ബട്ടണിൽ അമർത്ത്. അപ്പൊ അവന് ദേഷ്യം വന്നോളൂ. ഇപ്പൊ തന്നെ അമർത്തിയേക്കാം. ദേ അമർത്തി, ചെല്ല്, പുറത്തേക്ക് ചെല്ല്. ഇനി ആ കാക്കകൾ നിന്നെ ഉപദ്രവിച്ചാലേ നിനക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ദേഷ്യം വന്നോളും. ആ ദേഷ്യത്തില് മുഴുവൻ കാക്കകളും ശരിക്കും ഒരു പാഠം പഠിച്ചോളും. ഓക്കേ? വേണാ, എനിക്ക് ഭയമാ ഇருக்கு. അതായത് പേടിയാണല്ലേ? ചെല്ല്, പുറത്തേക്ക് പോ. കണ്ടില്ലേ, അതിന് ദേഷ്യം വന്നു തുടങ്ങി. ഒന്നുകൂടി തള്ള, അമർത്തി തള്ള, പോട്ടു തള്ളു. വേണ്ട വേണ്ട, എന്നെ വിട്. എന്നെ വിടാനാ പറഞ്ഞേ. എന്നെ വിടാനല്ലേ പറഞ്ഞ മനസ്സിലാവണില്ലേ? എന്നാ ഇങ്ങ പിടിച്ചോ. വരൂ കൂട്ടുകാരെ, മോട്ടുവിനും പത്തലുവിനും നമുക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കണം. ഇനി അവന്മാർ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഇരയെ തട്ടിയെടുക്കാൻ പാടില്ല. ആക്രമിക്കൂ. രക്ഷിക്കണേ. എന്റെ കൂട്ടുകാരെയാണോ ശല്യപ്പെടുത്തുന്നത്? എന്റെ കൂട്ടുകാരെ. ഞാൻ കാരണമാണ് അവര് ബുദ്ധിമുട്ടുന്നത്. ഏയ്, നില്ലടാ അവിടെ. കളിപ്പ് തീരണില്ലല്ലോ. എനിക്ക് ഭ്രാന്ത് പിടിക്കണു എന്റെ സാറേ.
ചുണ്ടിന് ബലമുണ്ട്, എന്റെ കൈക്ക് ബലമുണ്ട്, എനിക്ക് മൊത്തം ഒരു ധൈര്യമുണ്ട്. ഇനിയിപ്പൊ ആർക്കും എന്നോട് എതിർക്കാനായിട്ട് മുന്നോട്ട് വരാം. അടിക്കണ്ട, എല്ലാവർക്കും വരാം. അല്ലേ പറഞ്ഞിട്ടും കലിപ്പ് തീരണില്ലല്ല. ധൈര്യമുണ്ട്, വന്ന് എതിർക്കട കാക്കകളെ. ഓടിക്കോ, ഇവന് ശരിക്കും വട്ടുപിടിക്കൂ. രക്ഷപ്പെട്ടോ. ആഹാ, ആഹാ, ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. എല്ലാ പേടിയും മാറിയിരിക്കുന്നു. നിങ്ങളെ പോലുള്ള കൂട്ടുകാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തല്ല് വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾ എനിക്ക് ചെയ്ത സഹായങ്ങളൊക്കെ ഓർത്താ എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതായിരിക്കും. വളരെ നന്ദി. താങ്ക്സ്. ഓയ് ഇപ്പൊ എല്ലാം ശരിയായില്ലേ മോട്ടു? ഇനി ഞാൻ ഈ ഗാഡ്ജറ്റ് അഴിച്ചു മാറ്റാൻ പോവാ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി 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 നന്ദി പറയുന്നു. നിങ്ങളെ പോലുള്ള കൂട്ടുകാർ എല്ലാവർക്കും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബൈ ബൈ, ടാറ്റാ. ബൈ ബൈ. ടാറ്റാ.